പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഭാവന കേസിൻ്റെ വിധിയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇത് നാം ഏവരും പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഈ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പുറമെ ജുഡീഷ്യറി പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയിരിക്കുകയാണ് എന്നതാണ് വിധിയിലൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പല എവിഡൻസും ദിലീപിന് പ്രതികൂലമായിട്ടിരിക്കെ അത് തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് കഴിയാതെ പോയത് വലിയൊരു വീഴ്ച തന്നെയാണ്. കാര്യമായ പല തെളിവുകളും പ്രോസിക്യൂഷന് ലഭിക്കുകയുണ്ടായി. അത് എന്തുകൊണ്ട് അത് കോടതിക്ക് മുൻപിൽ സമർത്ഥിക്കാൻ ആ തെളിവുകൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വിശ്വാസയോഗ്യമാകുന്ന, കോടതിക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു വീഴ്ച തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ അവതരിപ്പിച്ചിട്ടും ഇതിലെ ഈ ജഡ്ജി ദിലീപിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നു എന്നല്ലേ വാർത്ത പുറത്ത് വന്നത്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവതരിപ്പിച്ച് കാണും. പക്ഷേ ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ള ഏർപ്പാടായിരിക്കാം. അതിനാൽ പിന്നെ എന്ത് അവതരിപ്പിച്ചിട്ടും എത്ര നന്നായിട്ട് കേസ് നടത്തിയിട്ടും കാര്യമില്ലല്ലോ. അതുതന്നെയാണ് ആധുനിക ഇന്ത്യയിലെ ഒരവസ്ഥ. ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. പണം കയ്യിലുണ്ടെങ്കിൽ അവന് എന്ത് തോന്നിയാസവും ചെയ്യാം, എന്ത് കൊല തന്നെ ചെയ്താലും പണം കയ്യിലുണ്ടായാൽ മതി എന്നതാണ് നമ്മളെ ഇന്നത്തെ ഇന്ത്യയിലെ ഒരവസ്ഥ. ഇതിൽ ഈ രണ്ട് IPS ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദിലീപിന് പായ കൊടുത്തു, ബെഡും കട്ടിലും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ദിലീപിന് വേണ്ടി എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി വാദിച്ച ഇപ്പോഴത്തെ നമ്മുടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോയിട്ട് നിന്നിട്ടുണ്ടല്ലോ, ശ്രീലേഖ IPS. അതേ സമയം ദിലീപിന് എതിരെ ശക്തമായി നിന്നുകൊണ്ട് ദിലീപിനെ കുറച്ച് ദിവസം അകത്തിടാൻ വേണ്ടി ബി സന്ധ്യ IPS എന്ന സത്യസന്ധയായ ഉദ്യോഗസ്ഥ ഒരു ഭാഗത്ത് നിൽക്കുകയുണ്ടായി. അത് നമുക്കേവർക്കും ഒരു പ്രതീക്ഷാപരമായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും അപ്പുറത്തുള്ളതാണ് ഇന്നത്തെ നീതി എന്നതാണ് ഈ വിധിയിലൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സത്യസന്ധമായ പോലീസ് ഓഫീസേഴ്സ് ഇല്ലാത്തതോ ശക്തമായ തെളിവുകളുടെ അഭാവമോ ഒന്നുമല്ല എല്ലാ കേസുകൾ തോൽക്കാൻ കാരണമാകുന്നത്. പലരും ഈ ഇത്തരത്തിൽ ജുഡീഷ്യറിയെ സ്വാധീനിച്ച് പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. ഇത് വളരെയധികം വേദനാജനകമാണ്. ഇത്തരത്തിൽ ജുഡീഷ്യറിയെ അവർ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതായിട്ടുണ്ട്. ജുഡീഷ്യൽ സംവിധാനത്തിൽ വിന്യസിപ്പിക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് നല്ല വലിയ ശമ്പളമാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, ശമ്പളവും എല്ലാ ആനുകൂല്യവും. പക്ഷേ എന്തുകൊണ്ട് മനുഷ്യന് പണം എത്ര കിട്ടിയാലും തികയില്ല എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ ഒരു സ്ഥിതി. ആ ഒരു കാരണം കൊണ്ട് അവർ പണം വാങ്ങി ഇത്തരത്തിലുള്ള കേസുകൾ ഇല്ലാതാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഒരു പ്രതിവിധി നാം കണ്ടെത്തേണ്ടതായിരിക്കുന്നു. അല്ലാത്ത പക്ഷം
നാട് അരാജകത്വത്തിലേക്ക് നീങ്ങിപ്പോകുന്നതാണ്. അതിന് നാം ഏവരുടെയും പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു ജാഗ്രതയും പ്രവർത്തനവും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് എവരിവൺ. If you like my video, please share and give your comment. And, please like. Okay, thank you.